ആനയിറങ്ങൽ ഡാമിൽ നിന്നും ചതുരംഗപ്പാറയിലേക്കുള്ള യാത്രയിലാണ്. ഇതിന്റെ മുന്നത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം. കറങ്ങുന്നുണ്ട്. ഇവിടെ എന്തിനാ ജീപ്പ് ഇട്ടേക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കാത്ത. ജീപ്പിനെ പോകാൻ പറ്റുള്ളൂ? ഞങ്ങള് ചതുരംഗപ്പാറ എത്തി, ചെറുതായിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. കാറ്റ് കൊണ്ടുപോകാത്ത പോയി, അതുകൊണ്ട് ഞങ്ങള് തിരിച്ച് വണ്ടിക്കുള്ളിൽ കയറി. ഭയങ്കര കാറ്റും മഴ തൂളുന്നു കേട്ടോ. ചതുരംഗപ്പാറ പാർക്കിങ്ങിലാണ് ഞങ്ങളുള്ളത്. ഇത് പാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ തന്നെ ഒരു കാറ്റാടിയുണ്ട്. ഇല്ല, ഇങ്ങോട്ടൊക്കെ കുറേ ഉണ്ട് കേട്ടോ. കറങ്ങുന്നൊന്നും ഇല്ലേ, പക്ഷെ മുടിഞ്ഞ കാറ്റാണ്. ഈ കാറ്റ് സഹിക്കാൻ പറ്റാത്ത കാറ്റാണ്. ഇപ്പൊ മഴയും കൂടെ വരുന്നത് കൊണ്ട് ഭയങ്കര സീനാണ്. ഇവിടെ എല്ലാം മലയെല്ലാം ഫോഗ് കയറി കിടക്കുവാണ്. കാറൊക്കെ അനങ്ങുന്നുണ്ട്, കാർ അനങ്ങുന്നുണ്ട് കേട്ടോ. കാറ്റടിച്ചിട്ട് കാർ അനങ്ങുന്നുണ്ട്. എനിക്ക് സീനാണ്. വണ്ടി അവിടെ ഇട്ടാ, എന്നിട്ട് ഭയങ്കര കാറ്റ് പിടിക്കുന്നുണ്ട് വണ്ടിക്ക്. അപ്പൊ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇട്ടു. കുറെ ഉണ്ട് കേട്ടോ. അങ്ങ് ടോപ്പിലേക്കൊക്കെ വണ്ടിക്ക് പോകാൻ പറ്റും. അപ്പോൾ അവിടെ ജീപ്പ് സഫാരി ഉണ്ട്. അവന്മാർ പറഞ്ഞ വണ്ടി പോകില്ല, നമ്മൾ ജീപ്പിന് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് ആളെ പിടിക്കാൻ വേണ്ടി അവിടെ നിൽപ്പുണ്ട് ആൾക്കാർ. വിൻമില്ലിന് വിൻഡ് കറങ്ങുന്നില്ല, പക്ഷെ ഈ സാധനം ഇങ്ങനെ ഇരുന്ന് ആടുന്നുണ്ട്. ഈ സാധനം നോക്കിയ സംഭവമല്ല, ആൾക്കാർ പറന്നു പോകുന്ന പോലെ കാറ്റാട്ടോ. വിചാരിക്കുന്നതല്ല, ഭയങ്കര കാറ്റാണ്. ഈ ചാറ്റൽ മഴയും കൂടെ ആകുമ്പോഴത്തേക്കും സീനാണ്. നോക്കി ഇലയൊക്കെ അനങ്ങുന്ന നോക്കി, ചെടികളൊക്കെ അനങ്ങുന്ന നോക്കി, എന്ത് സൗണ്ടൊക്കെ. അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള അതില്ല, അതൊരു മലയുടെ മണ്ടല കേട്ടോ. അങ്ങോട്ടാണ് ഇവന്മാര് ജീപ്പിന് കൊണ്ടുപോകാന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങോട്ടേക്ക് നടക്കണമെങ്കിൽ വലിയ ദൂരമൊന്നുമില്ല നടക്കാൻ, വേണമെങ്കിൽ ജീപ്പിന് പോവാം. മഴ കുറഞ്ഞപ്പോ പുറത്തിയാടിയതാണ്. കാറ്റ് കാരണം പറയുന്ന ഒരു ഇച്ചിരി പോലും കേൾക്കൂല കേട്ടോ. വഴി അങ്ങനെ കിടക്കും. നല്ല കാറ്റായതുകൊണ്ട് പറഞ്ഞതൊന്നും ക്ലിയർ ആയിട്ടില്ല. ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ തമിഴ്നാടിന്റെ ഏകദേശം പകുതി ഭാഗം നമുക്ക് കാണാൻ പറ്റും. നല്ല കാറ്റ് വരുമ്പോൾ ഈ വിൻഡ് മില്ല് ഓഫ് ചെയ്തിടുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കാണുന്ന മൊത്തം തമിഴ്നാട് കേട്ടോ. ആ കാണുന്ന ടൗണൊക്കെയാണ്, പക്ഷെ ഇവിടെ കറക്റ്റ് അറിയത്തില്ല. തമിഴ്നാട് ശരിയാ, നമ്മളിപ്പോ തമിഴ്നാട്ടിലാണ്. കേരള തമിഴ്നാടിന്റെ കറക്റ്റ് ബോർഡറാണ്, പക്ഷെ ഇത് തമിഴ്നാട്ടിലാണ് ഈ കാറ്റാടിപ്പാടം ഉള്ളത്. പിന്നെ അതിലൊക്കെ നിങ്ങൾക്ക് കാറ്റാടി മരങ്ങൾ കാണാം കേട്ടോ. അത് തമിഴ്നാടാണ്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഫോഗ് മാറിയപ്പോ നമുക്ക് കിട്ടിയത്. അവിടെ വെയിലുണ്ട് കേട്ടോ. ഇവിടെയാണ് ഈ കോടമഞ്ഞ് പിടിച്ച് കിടക്കുന്നത്. അവിടെ വെയിലാണ് കേട്ടോ. കാറ്റാടി മരങ്ങൾ നിൽക്കുന്നുണ്ടോ? അത് തമിഴ്നാടാണ് ആ കാണുന്നത്. ഞാൻ സൂം ചെയ്തിട്ട് കാണിക്കുന്നതാണ്, ക്ലിയർ ഉണ്ടാവില്ല. ഭയങ്കര കാറ്റാട്ടോ. ഞങ്ങള് അവിടുന്ന് കുറച്ച് താട്ടിറങ്ങി. ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ നനയും. കാരണം ഒന്ന് ഞങ്ങള് മഴ പെയ്തപ്പോ തിരിച്ചോടി വണ്ടിയെ കയറി നനയും. അതാണ് കുറച്ച് ടീംസ് ഇവിടെ നിന്ന് വരുന്നുണ്ട്. ക്യാമറയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് തമിഴ്നാട് കേട്ടോ, തമിഴ്നാട്. അത് ഫുള്ള് കാറ്റടി. ഇവരിപ്പോ പറഞ്ഞു താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടിന്റെ നല്ല വ്യൂ കാണാം. കോട മാറിയിട്ടുണ്ട്. ഇതാണ് കാറ്റടി. നോക്കി ഇവരെ കാണുന്നില്ല, ചെയ്ത് പോയി കാറ്റ് പോയി. മോനെ സീന് സീന്, എന്റെ മോനെ കോട ഇപ്പൊ മാറിയോണ്ട് നല്ല വ്യൂ ആട്ടോ. മിസ്സാവരുത്, അങ്ങനത്തെ ബെസ്റ്റ് പ്ലേസ് ആണ്. ഇത് നോക്കിക്കേ, ഇത് ഫുള്ള് തമിഴ്നാടാണ്. ഈ കാണുന്ന ഭാഗം മൊത്തം തമിഴ്നാടാണ്. രാമക്കൽമേട് നിൽക്കുമ്പോൾ ഇതേപോലെ ഒരു വ്യൂ കിട്ടില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാലും. സോ രാമക്കൽമേടൊക്കെ ഇപ്പൊ ഭയങ്കര റഷാണ്. നിങ്ങൾ ഇവിടെയാണ് നിങ്ങൾക്ക് കാർ കൊണ്ട് വന്നിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണാം. ഒരിക്കലും മിസ്സാവരുത്. ഞാൻ ഉറപ്പായിട്ട് ഞാൻ പ്രിഫർ ചെയ്യും ഇവിടെ വരണത്. മലയൊക്കെ നോക്കി, ഇതെല്ലാം വെള്ളം ഒഴുകി ചാടുന്നതാണ്. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളാ. അവിടെ മൊത്തം കാറ്റാടി മരങ്ങളാട്ടോ ഫുള്ള്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് ലോങ് വരെ കാണാം. ഇപ്പൊ ഫോഗ് പോയത് കൊണ്ട് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. താഴെ നോക്കിയ കൃഷിയിടങ്ങളൊക്കെ നമ്മൾ നോക്കി എത്ര ഡിസ്റ്റൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നു. പെട്ടു അടിച്ച് പൊളിച്ച് നനഞ്ഞ്. നല്ല കിടിലം മഴ എന്ന് പറഞ്ഞാൽ കിടിലം മഴ. അത്യാവശ്യം നല്ല രീതിയിൽ നനഞ്ഞിട്ട് വണ്ടി കയറി. എന്നാ നിപ്പില് ഫോഗ് കയറുന്ന നോക്കിയാ അവിടെ ആ മലയിൽ കൂടെ ഫോഗ് പോകുന്നുണ്ടോ? വിറ്റതല്ല, അപ്പുറത്ത് നേരത്തെ കണ്ട ആ ലൊക്കേഷൻ തമിഴ്നാട്. അവിടെ ഭയങ്കര വെയിലും ഇവിടെ നല്ല തൂളിയ മഴയും നല്ല കാറ്റും. ഇവിടെ ആയാലും ഫുള്ള് കോടയാണ്, കോട. വൈകിട്ട് 5:15 ആയതുള്ളൂ. 5:15 ആയപ്പോഴത്തേക്ക് ഇരുട്ടായ പോലെ ആയി. ഇവിടെ കുറെ റിസോർട്ടുണ്ട്, കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ് മൊത്തം. ഇതൊരു വീടിന്റെ മുറ്റത്തുള്ള സാധനം കേട്ടോ. ഈ ചെടി എന്താല്ലേ, ഇത് നേരത്തെ കണ്ട പോലെ തന്നെ വേറെയും ചെടി ഉണ്ട് കേട്ടോ ഇവിടെ. തിരിച്ച് രാജാക്കാടിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കുത്തങ്കൽ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്.
സംഭവം വലിയ മഴ വരുമ്പോൾ അത്യാവശ്യം നല്ല വെള്ളമുള്ളൊരു സ്ഥലമാട്ടോ ഇത് ഈ കാണുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമ്മളീ പോകുന്ന രാജാക്കാടിന് പോകുന്ന റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ വാട്ടർഫോൾ വരുന്നത്. ഇതാണ് സംഭവം. ഓക്കെ, നല്ല മഴയുണ്ടെങ്കിൽ നല്ല വെള്ളം വരും എന്നാണ് ജിയോ പറഞ്ഞത്. ഫോട്ടോ ഒക്കെ എടുത്ത് ഗൂഗിളിൽ നോക്കിയപ്പോൾ ശരിയാണ് സംഭവം അതെ. പക്ഷെ ഇവിടെ ഇപ്പോൾ കുറച്ച് വെള്ളമുള്ളൂ. ശരിയല്ലേ, റിപ്പിൾ വാട്ടർഫോൾസിൻ്റെ ഒരു 4 ഇരട്ടിയെങ്കിലും ഹൈറ്റ് ഉണ്ടാവും ഈ സാധനത്തിന്. വെള്ളം ശരിക്കും പറഞ്ഞാൽ തോട്ടിൽ ഒഴുകുന്ന അത്രയും വെള്ളമുള്ളൂ കേട്ടോ, വെള്ളം തീരെ ഇല്ല. അപ്പം ഞങ്ങളിവിടം വരെ പോകുന്നുള്ളൂ, അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. അതിൻ്റെ മേലെ നിൽക്കി ഒരു കല്ല് എടുത്തു വെച്ച പോലെ കണ്ടോ, അതിൻ്റെ മേലെ മരമൊക്കെ വളർന്നിട്ടുണ്ട് കണ്ടോ, അതിൻ്റെ മേലെ മരമൊക്കെ വളർന്നിട്ട്. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ സമയം ഒരു 6:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തി. വീണ്ടും ഗുഡ് മോർണിംഗ്. ഞങ്ങളങ്ങനെ രാവിലെ എണീറ്റ്. ഇന്നലെ കറണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു വീട്ടിലേക്ക് വേറെ ഒരു ലൈനിൽ കറണ്ട് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വേറെ വീട്ടിൽ ഫോൺ കുത്തിയിടാൻ വേണ്ടിയിട്ട് ചാടിയതാണ്. മരം ഒടിഞ്ഞാണോ കിടക്കുന്നത്? ചെറുതായിട്ട് അല്ലടാ, അത് മരം ചാഞ്ഞ് കിടക്കുന്നതാണ്. ഫുള്ള് കാറ്റൊക്കെ ആയിട്ട് മറ്റേ കമ്പുകളൊക്കെ ഒടിഞ്ഞ് റോട്ടിലേക്ക് കിടക്കും കേട്ടോ. അതിലെല്ലാം കാണുന്നത് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ് ഉള്ള. ജീവനെ തൊട്ട് വീടിൻ്റെ അടുത്ത് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നൈസ്. നമ്മൾ ഈ ഒരു വീട്ടിലെത്തി. അപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ഈ കാണുന്ന കൊക്കോയ കേട്ടോ, കൊക്കോയുണ്ട്, ഏലമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഏലമാണ്, പിന്നെ കുരുമുളക് എല്ലാം ഉണ്ട്. ബോർഡറിൽ ഇവരിങ്ങനെ ചെമ്പരത്തി നാട്ടി വെച്ചേക്കാണ് വഴീൻ്റെ ബോർഡറിൽ കൂടെ. താഴോട്ടും സെയിം ആട്ടോ, കൊക്കോയും ഏലവും രണ്ടും കൂടെ മിക്സ് ആക്കി വെച്ചേക്കുന്നത്. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ ബാക്കി കാഴ്ചകൾ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കുടിക്കും.